ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ വെൽക്കം ടു ടെയിൽസ് ഓഫ് ഷാരു. ഇനി എന്നെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിലും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ട് പൊന്നൂൻ്റെ കല്യാണത്തിന് പോകും. അപ്പോൾ ബൈ ദ ബൈ പൊന്നു ആരാ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ വന്നിട്ട് ഈ റെഡ് ആൻഡ് വൈറ്റ് കസവിൻ്റെ ധാവണ കേട്ടോ വെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പൊന്നു ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങൾ 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒരുമിച്ചാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് ഇവളെ അറിയുന്ന കാലം മുതലേ ഇവൾ പറയുന്ന പേരാണ് അജയേട്ടൻ 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 എന്നുള്ളത്. അപ്പോൾ അന്ന് മുതലേ ഇവർ റിലേഷൻഷിപ്പിലായിരുന്നു. ഇപ്പോൾ അവരുടെ കല്യാണമാണ് ആൻഡ് ഐ ആം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. അപ്പോൾ നമ്മുടെ അജയേട്ടൻ വന്നു. പിന്നെ ഡെയിലി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവളുടെ കയ്യിൽ എപ്പോഴും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടായിരുന്നു ഏട്ടൻ്റെ. അപ്പോൾ ആൾക്കാണെങ്കിലും ഈ അജയേട്ടനെ കുറിച്ച് പറയുന്ന ടൈമിലാണെങ്കിലും അതേ 100 നാവായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ മുതലേ ഇങ്ങനെ പറഞ്ഞ് വന്നിട്ട് ലാസ്റ്റ് അവളുടെ മാരേജ് എത്തി. അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വരെ ഭയങ്കര ഒരു സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അവൾക്കൊരു അടിപൊളി ഹാപ്പി മാരീഡ് ലൈഫ് തന്നെ ആവട്ടെ, ഒരു അടിപൊളിയായിട്ടുള്ളൊരു മാരേജ് തന്നെ ആവട്ടെ അവൾക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ പറഞ്ഞ അജയേട്ടൻ. അപ്പോൾ ഗ്രൂമ് വന്നതിന് ശേഷം നമ്മുടെ ബ്രൈഡ് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ താലപ്പൊലിക്കാരൊക്കെ ഫസ്റ്റ് വന്നു. പിന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ അവൾ വരുന്നുണ്ടായിരുന്നു, അവളും പിന്നെ അവളുടെ ബ്രദേഴ്സും കൂടി വരുന്നുണ്ടായിരുന്നു. ആൻഡ് ഐ ഷുഡ് സേ ദാറ്റ് അവൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. ഒരു റെഡ് സാരി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല എന്താ പറയുക, നല്ല അടിപൊളിയായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര എന്താ പറയുക, കണ്ടിട്ട് തന്നെ ഭയങ്കര സന്തോഷമായി കേട്ടോ. എനിക്കാണെങ്കിൽ ഇവൾ ഈ താലമൊക്കെ പിടിച്ച് പോകുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഞങ്ങളുടെ കുട്ടിക്കാലം കേട്ടോ. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് അലമ്പായിട്ട് ഞങ്ങൾ പിടിച്ച് ബാക്ക് ബെഞ്ചിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സായി. പിന്നീട് ഞങ്ങൾ കമ്പനിയായി. ആക്ച്വലി എനിക്ക് പണ്ട് ഇവളെ പേടിയായിരുന്നു. എനിക്ക് എൻ്റെ വിചാരം ഇവളെന്തോ വലിയ സംഭവം എന്നൊക്കെയായിരുന്നു എൻ്റെ വിചാരം. പിന്നെ കമ്പനിയായി വന്നപ്പോൾ മനസ്സിലായി ആൾ നമ്മുടെ വൈബാണ്. പിന്നെ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ വന്നിട്ട് ഡെയിലി വിളിക്കുക അല്ലെങ്കിൽ ഡെയിലി മെസ്സേജ് അയക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ തന്നെ ഒരു വൈബാണ്. അതായത് നമ്മൾ ഇന്നലെ കണ്ട പോലത്തെ ഒരു വൈബാണ് ഞങ്ങൾ പിന്നെയും കാണുമ്പോൾ. പക്ഷേ ഞങ്ങളങ്ങനെ എപ്പോഴും വിളിക്കാറോ സംസാരിക്കാറോ ഒന്നുമില്ല. അങ്ങനെ കഥ പറഞ്ഞ് ഞാൻ വ്ളോഗാന്നുള്ളത് മറന്നുപോയി കേട്ടോ സംഭവം. അങ്ങനെ നമ്മുടെ താലപ്പൊലി ടീംസൊക്കെ വന്നു. പിന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ നമ്മുടെ പൊന്നു വന്നു. അങ്ങനെ താലപ്പൊലിക്കാരൊക്കെ ഓരോരുത്തരായിട്ട് താലം അവിടെ വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പൊന്നു വന്നു കേട്ടോ. പിന്നെ നിങ്ങൾ നോക്കിയറിയാം എൻ്റെ ക്യാമറയ്ക്ക് ക്ലാരിറ്റി കുറവുണ്ട്. സംഭവം ഒന്നുമല്ല, ഞാനൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയതാണ്, കൊറിയൻ ഫേസ് പാക്ക്. അപ്പോൾ അത് ഫേസിലിട്ടിട്ട് അത് നമ്മുടെ ഫോണിലോട്ട് വീണതിന് ശേഷം ക്ലാരിറ്റി നല്ല കുറവാണ്. പിന്നെ താലി കെട്ടുന്ന സമയത്ത് എൻ്റെ ഫോണൊക്കെ ചെരിഞ്ഞിരിക്കരുത്, കാരണം ഞാൻ ഫോണിക്ക് ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഫോൺ ജസ്റ്റ് ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ഞാൻ ആ ഒരു താലികെട്ടിൽ ഇങ്ങനെ മുഴുകിയിരുന്ന് പോയി. അപ്പോൾ അതാണ് ഇതൊക്കെ ഇങ്ങനെ ചെരിഞ്ഞൊക്കെ ഇരിക്കുന്നത്. പിന്നെ അതിന് ശേഷം അവർ പ്രദക്ഷിണം വയ്ക്കലും പിന്നെ അങ്ങനത്തെ ബാക്കി ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇനി ഞാൻ പറഞ്ഞ് വെറുതെ അത് കൊളാക്കുന്നില്ല. ഞങ്ങളാണെങ്കിൽ 4 പേരാട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അവർക്ക് 2 പേർക്കും ഓരോ തിരക്കായിട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു പരിപാടിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആക്ച്വലി ഞാൻ വോയിസ് ഓവർ കൊടുക്കാനല്ല കേട്ടോ ഉദ്ദേശിച്ചത്, ഞാൻ മ്യൂസിക്കൊക്കെ ഇടാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ മ്യൂസിക്കിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മ്യൂസിക് കോപ്പിറൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ വീഡിയോ സീനാവും, വീഡിയോ അധികം ആൾക്കാർക്കൊന്നും എത്തൂല. അപ്പോൾ അതാണ് പിന്നെ ഞാൻ പാട്ടൊന്നും ഇടാത്തത്. ഏത് പാട്ടിനാണ് കോപ്പിറൈറ്റ് അടിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അധികം വീഡിയോ ഒന്നും കിട്ടിയില്ല, കാരണം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനൊക്കെ വന്ന് ക്യാമറേൻ്റെ മുന്നിൽ ഫുൾ ആളായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ഒരു 3 ഗ്ലാസ് പായസമൊക്കെ കയറ്റി ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എന്തായാലും അവർക്കൊരു ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പോൾ ചാനൽ ഇഷ്ടമാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ.